وكان يقول അദ്ദേഹം പറയാറുണ്ട് اتصل بي أن بعض الصالحين جعل على نفسه ألا يراه الله ضاحكا حتى يعلم أي الدارين داره الجنة أم النار. അദ്ദേഹം പറയാണ്, ചില സ്വാലിഹീങ്ങളെ പറ്റി എനിക്ക് അറിയിക്കപ്പെട്ടു. അവരിൽ ചിലർ അവർ പറയുകയുണ്ടായി, ഇരു ലോകത്തിൽ അഥവാ സ്വർഗത്തിലും നരകത്തിലും ഇതിലേതാണ് എന്റെ ഭവനം, സ്വർഗമാണോ നരകമാണോ എന്റെ ഭവനം എന്ന് ഞാൻ അറിയുന്നത് വരെ അള്ളാഹു എന്നെ പൊട്ടിച്ചിരിക്കുന്നവനായി കാണുകയില്ല എന്ന് ചിലർ പറയുകയുണ്ടായി. ഹസൻ റഹിമഹുല്ലാ ലഖദ് അസമ, ഹസൻ ബസീർ റഹിമഹുല്ലാ പറയുകയാണ്, ആ പറഞ്ഞ വ്യക്തികൾ, സ്വാലിഹീങ്ങളായ വ്യക്തികൾ, അതിൽ അവർ ദൃഢത ഉറച്ചു നിന്നു. ഫവഫാ ബിഅസ്മിഹി, അവരുടെ ആ തീരുമാനം അവർ പൂർത്തീകരിക്കുകയും ചെയ്തു. വമാറു യവാഹികൻ ഹത്താ ലഹിഖ ബില്ലാഹി അസ്സ വജൽ, മരണം വരെ പിന്നീട് പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവരെ കാണാനിടയായിട്ടില്ല എന്നുള്ളത്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഹഖീഖത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മരണശേഷം രണ്ടാമതൊരു ഭവനമാണ് അവന്റെ മുമ്പിലുള്ളത്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. മരണമാണെങ്കിലോ ഏത് നിമിഷത്തിലും അവനിലേക്ക് വന്നെത്തുകയും ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു യാഥാർത്ഥ്യം അവന്റെ മുന്നിലായിരിക്കെ അവന് പൊട്ടിച്ചിരിച്ച് മതിമറന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ചില സലഫുകൾ അങ്ങനെ പറയുകയും അത് അവർ ജീവിതത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഹദീസിന്റെ ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗ തഅലമൂന മാ അഅലം ലദഹിക്തും ഖലീല വലബകൈതും കസീറ, ഞാൻ മനസ്സിലാക്കിയതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ അറിഞ്ഞിരുന്ന എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, ധാരാളം കരയുമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെയുള്ള ആശയമാണ് ഈ വാക്കുകളിലും ഉൾക്കൊള്ളുന്നത്. വഖീല മറൽ ഹസൻ ബിറജുലിൻ യദ്ഹക്, ഒരിക്കൽ ഹസൻ ബസരി റഹിമഹുല്ലാ ഒരു വ്യക്തിയുടെ അടുത്തുകൂടി കടന്നുപോയി. അയാൾ വെറുതെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗഫലത്തിലായിക്കൊണ്ട് പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാല, അപ്പോ ഹസൻ ബസരി റഹിമഹുല്ലാ വ്യക്തിയോട് പറഞ്ഞു, ഇബ്ന അഖി, സഹോദര, ജുസ്ദ സിറാത്ത്, നീ സിറാത്ത് കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അഥവാ നരകത്തിനു മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്ഥാപിക്കുന്ന സിറാത്ത് നീ കടന്നുപോയിട്ടാണോ ഈ ചിരിക്കുന്നത് എന്ന് നിലക്ക് ചോദിച്ചു. ഫഖാല ല, അപ്പൊ വ്യക്തി പറഞ്ഞു ഇല്ല. ഫഖാല ഫഹൽ അലിംത ഇലൽ ജന്നതി തസീറു അം ഇലൻ നാർ, അതല്ല നിനക്കറിയുമോ നീ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ചെന്നെത്തുക എന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. നിനക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു. ഇങ്ങനെ ചിരിക്കാൻ മാത്രം. ഫഖാല, വ്യക്തി പറഞ്ഞില്ല, ഇല്ല എന്ന് പറഞ്ഞു. ഫഖാല, ഹസൻ ബസീർ റഹിമഹുല്ലാ ചോദിച്ചു, ഫഫീമ ദഹിക് ആഫാകല്ലാഹ്, പിന്നെ എന്തിനാണ് നീ പൊട്ടിച്ചിരിക്കുന്നത്? പിന്നെ എന്താണ് ഈ ചിരിയുടെ അർത്ഥം? വൽ അംറു ഹൗലുൻ, കാര്യം ഗൗരവമുള്ളതാണ്, ഭയപ്പാടുള്ളതാണ്. ഖീല ഫമാ റുഇയ റജുലു ളാഹികൻ ഹത്താ മാത, അതിനുശേഷം ആ വ്യക്തി ഇങ്ങനെ അശ്രദ്ധയിലായിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിൽ കാണപ്പെട്ടിട്ടില്ല എന്ന് പറയാം. അപ്പോ ഇതാണ് പരലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണത്. പിന്നെ ഹസൻ ബസീർ റഹിമഹുള്ളയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എപ്പോഴും വളരെയധികം പരലോകത്തെക്കുറിച്ച് ചിന്തയിലും അദ്ദേഹം വരുമ്പോൾ തന്നെ പരലോകത്തുനിന്ന് വരുന്നത് പോലെ ഉണ്ടാവുക. കാരണം ആ ഒരു ഭയത്തോടു കൂടി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ورأى الحسن قوما يتضاحكون ويتغامزون ويتدافعون بعد انصرافهم يوم الفطر من صلاة الفجر. ഒരിക്കൽ ഒരു ഈദുൽ ഫിത്ർ ദിവസത്തിൽ ഫജ്ർ നിസ്കാരത്തിന് ശേഷം ഹസൻ ബസരി ചില ആളുകളെ കാണാനിടയായി. അവർ പരസ്പരം പൊട്ടിച്ചിരിച്ച് പരസ്പരം കളിയാക്കി പരസ്പരം അങ്ങനെയുള്ള സംസാരങ്ങളും കളിയും ചിരിയുമായിട്ടൊക്കെ നിൽക്കുകയാണ്. റമളാൻ കഴിഞ്ഞിട്ട് ശവ്വാൽ 1 ഈദുൽ ഫിത്റിന്റെ ഫജ്ർ നിസ്കാര ശേഷം. ഫഖാല, അപ്പോൾ കണ്ടപ്പോ ഹസൻ ബസരി റഹിമഹുല്ലാ ചോദിച്ചു, യാ ഖൗം, ഒരു പരിധി വിട്ട് പൊട്ടിച്ചിരിച്ച് അങ്ങനെ ആ രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ചോദിച്ചു, യാ ഖൗം, കൂട്ടരെ, ഇന്നല്ലാഹ സുബ്ഹാനഹു ജഅല ശഹ്റ റമളാൻ മിദ്മാറൻ ലിഇബാദിഹി, അല്ലാഹു തആല ഈ റമളാൻ മാസത്തെ വെച്ചിട്ടുള്ളത് അടിമകൾക്ക് അവരുടെ സ്വന്തം അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി തരാനും അത് നടന്നു നോക്കാനുമുള്ള ഒരു കാര്യമായിട്ടാണ്. യസ്തബിഖൂന അത്താഅത ഇലാ റഹ്മത്തില്ലാ, അവർ അല്ലാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് മുന്നിടുന്നു. വയജ്തഹിദൂന ഫിൽ അഅമാലി ലിയഫൂസു ബിദുഖൂലി ജന്നതിഹി, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്നു. റമളാൻ മാസത്തിൽ അവർ പരിശ്രമിക്കുന്നു. റമളാൻ കഴിഞ്ഞിട്ടുള്ള ഈദുൽ ഫിത്റിന്റെ ദിവസമാണ് ഈ പറയുന്നത്. അവർ പരിശ്രമിക്കുന്നു എന്തിനു വേണ്ടി? അങ്ങനെ വിജയിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി. ഫസബഖ അഖ്വാമുൻ ഫഫാസു, അങ്ങനെ ആ മുന്നിട്ട ആളുകൾ അവർ വിജയിച്ചു. വഖസ്സറ ആഖിറൂൻ ഫഖാബു, എന്നാൽ റമളാനിൽ പോലും ഇതിനൊന്നും പരിഗണന കൊടുക്കാതെ പരിശ്രമിക്കാതെയുള്ള ആളുകൾ അവർക്ക് നാശം സംഭവിച്ചിരിക്കുന്നു, നഷ്ടക്കാരായിരിക്കുന്നു. വൽ അജബു കുല്ലുൽ അജബ് ലിദ്ദാഹികി ഫിൽ യൗമിൽ ലദീ റബിഹ ഫീഹിൽ മുഹ്സിനൂൻ, ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസത്തിൽ, റമളാൻ കഴിഞ്ഞിട്ടുള്ള ഈ ദിവസത്തിൽ
പൊട്ടിച്ചിരിക്കുന്ന ആളുകളുടെ കാര്യത്തിലാണ്. റബിഹ ഫീഹിൽ മുഹ്സിനൂൻ, ആ ദിവസത്തിലാണെങ്കിലോ ഇഹ്സാൻ ചെയ്ത നന്മ ചെയ്ത ആളുകൾ ലാഭം നേടിയിട്ടുണ്ട്. വഖാസിറൽ മുബ്തിലൂൻ, എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ സൽക്കർമ്മങ്ങൾ മുന്നേറാത്ത ആളുകൾക്ക് നഷ്ടക്കാരായി തീർന്നിട്ടുമുണ്ട്. എന്നിട്ട് പറഞ്ഞു അമാ വല്ലാഹി ലൗ കുശിഫൽ ഗിതാഉ, അല്ലാഹുവാണ് ഈ ദുനിയാവിന്റെ മറ നീങ്ങിക്കഴിഞ്ഞാൽ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ, ലശുഗില മുഹ്സിനുൻ ബി ഇഹ്സാനിഹി വമുസീഉൻ ബി ഇസാഅതിഹി, നന്മ ചെയ്തവർ നന്മ കർമ്മങ്ങളെ തൊട്ടും അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്തവർ അവരുടെ കർമ്മങ്ങളെ തൊട്ടുമെല്ലാം അവർ അൻ തജ്ദീദി സൗബിൻ വ തർജീലി ശഅരിൻ, അവർക്ക് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് അവർ ഒരു നല്ല വസ്ത്രം ധരിക്കുന്നതിനോ അല്ലെങ്കിൽ മുടി ഒതുക്കി ചെയ്യുന്നതിനോ പോലും തയ്യാറാകാത്ത അവസ്ഥയിൽ അവരാകുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഫഇൻ കുൻതും വഫഖകുമുല്ലാഹ്, ഇനി നിങ്ങൾ, അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ഖദ് തഖററ ഇൻദകും അന്ന സഅയകും ഖദ് ഖുബില, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഈ കഴിഞ്ഞ റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പാണ് എങ്കിൽ, വഅമലകും സ്സാലിഹ് ഖദ് റുഫിഅ, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് എങ്കിൽ, ഫമാ ഹാദാ ഫിഅലു ശാകിരീൻ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ പൊട്ടിച്ചിരിയും ഈ ഗഫ്ലത്തിലായിക്കൊണ്ടുള്ള കളിയും തമാശയും ഒന്നും നന്ദി കാണിക്കുന്നവരുടെ പ്രവർത്തനമല്ല. വഇൻ കുൻതും ലം തതയഖനു ദാലിക്, ഇനി അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ, ഫമാ ഹാദാ ഫിഅലൽ ഖായിഫീൻ, ഇതൊരിക്കലും അത് ഭയപ്പെടുന്ന ആളുകളുടെ പ്രവർത്തനവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓർമ്മപ്പെടുത്തുക. അതായത് ഏത് സമയത്തും റമദാനിൽ നമുക്കറിയാം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു, ഇബാദത്തുകൾ ഇജ്തിഹാദ് ചെയ്തു, അതുപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷെ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ ചിന്താഗതി മാറുന്നു, നമ്മുടെ കർമ്മങ്ങൾ മാറുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. അപ്പോൾ അതൊരിക്കലും എന്തല്ല, പിന്നെ ഒരു യഥാർത്ഥ അടിമക്ക് ഉണ്ടാവേണ്ടതല്ല. ആ സൽക്കർമ്മങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു നമുക്ക് ഉറപ്പായെങ്കിൽ അതിന് നമ്മൾ നന്ദി കാണിക്കാൻ വേണ്ടത്. ഇനി ആ ഉറപ്പ് നമുക്കില്ല എങ്കിൽ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള ഭയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനം അങ്ങനെയുള്ള യഥാർത്ഥ അടിമകളുടേതല്ല എന്ന് ഹസൻ ബഷീർ റഹിമഹുല്ലാഹ് ഓർമ്മിപ്പിക്കുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇബ്ന ആദം, മനുഷ്യ, അഖ്ലിൽ ദഹിക്, നീ നിന്റെ ചിരി കുറക്കുക, നീ നിന്റെ പൊട്ടിച്ചിരികൾ കുറക്കുക. ഫഇന്ന കസ്റത ദഹിക് തുമീതുൽ ഖൽബ്, അധികരിച്ച ഇതുപോലുള്ള ചിരി എന്നുള്ളത് നിന്റെ ഖൽബിനെ മരിപ്പിച്ചു കളയും. ഹദീസിൽ വന്നിട്ടുള്ള വാക്കാണ്. വതുസീലുൽ ബഹ്ജ, നിനക്കുള്ള ആ ഒരു പ്രസന്നതയെ, ആ ഒരു ഗാംഭീര്യത്തെ അതില്ലാതാക്കും. വതുസ്ഖിതുൽ മുറൂഅത്തിനെ അത് ഇല്ലാതാക്കി കളയും. ഒരു മാന്യനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ആ ഒരു മുറൂഅത്തിനെ ഇല്ലാതാക്കും. വതുസ്രി ബിദിൽ ഹാൽ, അതുപോലെ തന്നെ നിന്റെ അവസ്ഥ ഏറ്റവും മോശമായ നിന്ദ്യമായ അവസ്ഥയിലേക്ക് മാറ്റുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ അതായത് പരിധി വിട്ടുകൊണ്ട് അമിതമായി പൊട്ടിച്ചിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവരുടെ വിഷയത്തിൽ അവരെക്കുറിച്ചുള്ള ഗാംഭീര്യം ഇല്ലാതാവുകയും അതുപോലെ തന്നെ അവരോട് തോന്നുന്ന ഒരു ആളുകളിൽ മാറും. അത് മാത്രമല്ല അങ്ങനെയുള്ള ആളുകളുടെ ഖൽബിന് ഖസ്വത്ത് ബാധിക്കും. ഖൽബിന് ഖസ്വത്ത് ബാധിക്കുന്നതിൽ ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള പൊട്ടിച്ചിരികൾ എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ അദ്ദേഹം പറയാറുണ്ട്. അത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്.